അതായത് ഇവരുടെ സ്വഭാവമല്ല. അങ്ങനെയല്ല ആക്ച്വലി. നമ്മളിപ്പം റിയൽ ലൈഫിൽ നമുക്കുള്ള ആ കെമിസ്ട്രിയെ അല്ല പടത്തിലുള്ള കെമിസ്ട്രി. ഐ തിങ്ക് പീപ്പിൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് അല്ലേ. ആൻഡ് ദെൻ യു ആർ നോട്ട്, ഇവർ തന്നെയല്ല അവിടെ എടുത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. അവിടെ വേറൊരു ക്യാരക്ടറും വേറൊരു സംസാര ശൈലിയും വേറെ സിറ്റുവേഷനും സാധനങ്ങളും. ടോക്കിംഗ് അബൌട്ട് ബിഹേവിംഗ് ആക്ടിങ്, നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാവരും ഒന്ന് പറഞ്ഞ കൗണ്ടറും അങ്ങനത്തെ ഒരു പരിപാടിയല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നല്ല. ഇറ്റ്സ് എ വെരി പ്രോപ്പർ, കാണുന്ന ആൾ കുറച്ച് വേറൊരു പ്ലേ വർക്ക്ഔട്ട് ആകുന്നു. ഇപ്പൊ സ്വയം ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ റോളുകളാണല്ലോ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും പറയാറ്. കൂടെ പോലും കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്ന് ചെയ്യുമ്പോൾ പോലും അങ്ങനെ നസ്രിയെന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ലല്ലോ ശരി. ഇപ്പൊ സൂക്ഷ്മദർശിനി വരുന്ന സമയത്ത് അങ്ങനെ ഒരു കുറച്ച് ദൂരത്തുള്ള ഒരാളാണ്, നമ്മൾ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടറാണ്, ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ? അത് ശരിക്കും ആളുകൾക്ക് മനസ്സിലായെന്ന് അല്ല, ഡെഫിനറ്റ്ലി. ഇപ്പം ഈ ക്യാരക്ടർ കുറച്ചുകൂടെ മെച്ചോറിറ്റിയോ അല്ലെങ്കിൽ യുനോ ഇപ്പം എനിക്കും കുറച്ച് പ്രായമാവുന്നുണ്ടല്ലോ ഈ കൂട്ടത്തില്. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവും അപ്രോച്ച് ടു ആ ക്യാരക്ടർ ഓൾസോ ചേഞ്ചസ് നോ. ഈ വർഷങ്ങളുടെ പെർസ്പെക്റ്റീവ് എല്ലാം ഡെഫിനറ്റ്ലി അത് ഡീൽ ചെയ്തിരിക്കുന്ന വേറെ രീതിയിൽ തന്നെയാണ് അത് അഭിനയിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ഡയലോഗ് ഇപ്പം മുറിച്ച് പറയണം, അല്ലെങ്കിൽ ഈ ഡയലോഗിൻ്റെ സമയത്ത് നമ്മൾ മുമ്പ് എപ്പോഴോ ചെയ്തിട്ടുള്ള റിയാക്ഷൻ അല്ല, കുറച്ചും കൂടി മാറി അതിനെ റിയാക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഓവർ ദ എക്സ്പീരിയൻസ് ആണോ നടക്കുക, അതോ നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണോ അപ്പോൾ നമുക്ക് പുതിയത് അറ്റംപ്റ്റ് ചെയ്യാനൊരു ധൈര്യം വരും, അതാണോ സംഭവിക്കുക ദീപക്? ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും. കാരണം ഓരോന്നിലും പറഞ്ഞിരുന്ന രീതി തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഡിഫറൻസ് വരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഈ പടങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് അങ്ങനെ ചിലപ്പോൾ അതും ഉണ്ടാവും ഉറപ്പായിട്ടും. ഇപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇത് ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമിതാഭ് ബച്ചന്റെ ഒരു സിനിമയുണ്ട്. അപ്പൊ അതിനകത്ത് ആള് തിയേറ്റർ ആക്ടർ, അതിനകത്താണ് തിയേറ്റർ അല്ല കമ്പയർ ചെയ്തല്ല. അപ്പൊ അതിനകത്ത് പുള്ളി തിയേറ്റർ ആക്ടിങ്ങിനെയും സിനിമ ആക്ടിങ്ങിനെയും പറ്റി വേർതിരിച്ച് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ തിയേറ്ററിൽ ഇരുന്നതിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കൂടി വരുമല്ലോ, അത് എന്തെങ്കിലും രീതിയിൽ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ഗുണം അങ്ങനെയുണ്ടോ? അല്ല, എനിക്ക് ഇത് രണ്ട് ആക്ടിങ് തമ്മിൽ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ തിയേറ്ററെ കൊണ്ട് ചിന്തിക്കുമ്പം ഇപ്പോഴും മറ്റേ 1000 കണക്കിന് ഓഡിയൻസിന് ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ ഒരു അതല്ല. തിയേറ്റർ ഒത്തിരി മാറിയിട്ടുണ്ട്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക മൾട്ടിമീഡിയ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നമുക്ക് ഡിമാൻഡ്സ് ഭയങ്കര കൂടുതലാണ് ഇൻ ടേംസ് ഓഫ് വേരിയേഷൻസ് ഓഫ് സ്റ്റൈൽസ്. അപ്പോൾ നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അത് യൂസ്ഫുൾ ആണ്. ഇപ്പം ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ ഭയങ്കര സട്ടിലായിട്ടും ചെയ്യേണ്ടി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി രണ്ടിലും അഭിനയം അതിൻ്റെ നീഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് പെർഫോം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഒബ്വിയസ്ലി എക്സ്പീരിയൻഷ്യലി നമുക്കത് ഹെൽപ്പ് ചെയ്യും, അല്ലാതെ ഈ രണ്ട് അഭിനയത്തിനും വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് ഇതൊരു തമാശകൾ കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ കഴിഞ്ഞ് അങ്ങനെ. ഇപ്പം ബേസിലിനൊരു ഭയങ്കര ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, വളരെ ചൂസി ആയിട്ടാണ് നസ്രി എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ തമാശ ആഫ്റ്റർ തമാശയായിരിക്കും പടം എന്നുണ്ട്. അതിനോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? തമാശകളൊക്കെ ഉണ്ട്, പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ സർപ്രൈസ് യു. നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സും പിന്നെ ഇറ്റ്സ് എ ത്രില്ലർ ആക്ച്വലി. അത് ഈ ഫൺ തമാശ ഒരു കാരണം ഒരു നെയ്ബർഹുഡ്, ഒരു കമ്മ്യൂണിറ്റിയിൽ വേറെ ഐ ലിവ്, എൻ്റെ നെയ്ബറാണ് പൂജയുടെ ക്യാരക്ടർ അസ്മ, സുലു, അഖില, അവരൊക്കെ നെയ്ബേഴ്സാണ്. അവിടെ ബേസിലിൻ്റെ ക്യാരക്ടറും ഫാമിലിയും വരുമ്പം ഉണ്ടാവുന്ന തമാശകളും ചേഞ്ചസും അവരുടെ ഡെയിലി റിത്തം ആ കമ്മ്യൂണിറ്റിയുടെ റിത്തം ഒന്ന് ചെറുതായിട്ട് മാറാണ്. അതാണ് സൂക്ഷ്മദർശിനി ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത്. സജ മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അന്ന് എനിക്കത് ഒരു ക്ലാരിറ്റിയുള്ള ഉത്തരം കിട്ടിയില്ല, സമയക്കുറവ് കാരണം. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് താഴ്വാരമാണെന്ന്. എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു റീവൈസ്ഡ് അല്ലെങ്കിൽ റീഇമാജിൻഡ് വേർഷൻ ശ്രീ മോഹൻലാലിനെ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടറിനെ വെച്ചോ അങ്ങനെ ഒരു വെസ്റ്റ് വേൾഡ് കൈൻഡ് ഓഫ് സിനിമ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട് മനസ്സിലുണ്ടോ? അത് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഈ വെസ്റ്റ് വേൾഡ് സിനിമ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ പോരെ. അതായത് അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് മാക്സിമം ഊറ്റിയെടുത്തിട്ട്
നമുക്ക് അങ്ങനെ ഒരു ഇനിയിപ്പോൾ അത് തന്നെ ചെയ്യണോ ആടൊന്നു ഓക്കെ, അതൊരാൾ ചെയ്ത മര്യാദയ്ക്ക് ഒരു നല്ല രീതിയിലൊരു വേർഷൻ അയാൾ ചേർന്നൊരു ബന്ധമുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം വേണോ? എനിക്കൊന്നും പുതിയതായിട്ട് അതിൽ ആഡ് ഓൺ ചെയ്ത് പറയാനുമില്ല. അതൊരു കംപ്ലീറ്റ് സ്റ്റോറി ആണല്ലോ. അതെ. സോ നിദ്രയിൽ ഐ ഹാഡ് സംതിങ് ടു സേ, പുതിയതായിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഇത് അതവിടെ ഇരുന്നോട്ടെ, അത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതാണ് ഇരിക്കട്ടെ. ദീപക് എത്തിയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടർ ആണെന്ന് ഒരു ധാരണയുണ്ട് ആളുകൾക്ക്. സോറി, ആളുകൾക്ക് ഒരു പ്രോമിസിംഗ് ആണെന്ന ആക്ടർ ആണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. സോറി, കൺസ്ട്രക്ഷൻ തെറ്റായിരുന്നു. വിശ്വാസമുണ്ട്. തുടക്കത്തിൽ തന്നെ നായകനായിട്ട് ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോൺ പോൾ വാതിൽ തുറക്കുന്നു, പിന്നെ ഓർമ്മയിലൊരു ശിശിരം, ഒരുപാടുണ്ടല്ലോ ആൾക്കാർ. എനിക്ക് അത്ര ആരുടെ പാട് നെല്ലിക്കുണ്ട്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സൊക്കെ ശേഷം കുറച്ച് സക്സസ് റേഷ്യോ കൂടിയുണ്ടല്ലോ. ഇപ്പൊ നായകനാവാനുള്ള പണ്ടത്തെ അത്രയും ധൈര്യം ഉണ്ടോ? ഇതിലൊന്നും ധൈര്യത്തിന് പ്രശ്നമൊന്നും, എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ധൈര്യമൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കുഴപ്പമില്ലാത്തൊരു കഥ, പിന്നെ കാര്യങ്ങൾ സെറ്റാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് സിനിമയിൽ വന്നത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ വരുമ്പോൾ അതിനും ധൈര്യം എന്ന് പറയുന്ന കാര്യം ചെയ്യാം, വിളിക്കുമ്പോൾ അങ്ങ് ചെയ്യാം, നല്ല പരിപാടിയാണെങ്കിൽ. പൂജ, ഈ സിനിമാ തെരഞ്ഞെടുപ്പുകളുടെ ഉള്ളിലെ ഇപ്പോൾ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രമുണ്ടോ അതോ വരുന്നത് ചെയ്യുന്നതാണോ? എല്ലാം വരുന്നത് ചെയ്യും, എല്ലാം ചെയ്യും. അല്ലാതെ എനിക്ക് വന്നിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ വരുന്നത്. അപ്പൊ എനിക്കും ഇത് തന്നെയാണ് ഞാൻ പഠിച്ചതും, ഇത് തന്നെയാണ് ഇപ്പം ചെയ്യാൻ അറിയാവുന്ന കാര്യവും. അപ്പൊ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു സ്പേസിലൊന്നും ഇപ്പം എത്തിയിട്ടില്ല. അപ്പം അത് പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യലി ഉണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പം മാക്സിമം നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ പിടിക്കുക. ആവശ്യത്തിന് ശേഷം വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടോ? അത് കൂടിയിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മീൻസ് അങ്ങനത്തെ ഹിറ്റ് സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെയും ആ കൂട്ടത്തിലൊന്ന് ശ്രദ്ധിക്കും. ഹിന്ദിയിലൊക്കെ പോകുമ്പോൾ അവസാന ചോദ്യം, ഇപ്പൊ ഇതിനകത്ത് രണ്ട് കപ്പിൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇതിന് ട്രെയിലർ ടീസർ ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ 3 പേരോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഏത് 3 പേര്? സിദ്ധാർത്ഥേട്ടൻ, നസ്രിയ ആൻഡ് ദീപക്. പൂജയുടെ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അതായത് ജനറലി ഇപ്പൊ നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പ്രേമിച്ച് നടക്കുന്ന 3 പേർ എന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എനിക്കറിയില്ല, അറിയാത്ത പറയാൻ റിയൽ ലൈഫിന്റെ സാധനം നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് 2 ആളുകൾ സ്നേഹിക്കുന്നു. അവരുടെ അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ഒരു റാപ്പോ നന്നായി പോവാൻ ജനറലി 2 people ആർ ഇൻ ലവ്, അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഒന്നും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, അത് അവർ തന്നെ പഠിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ സമയമായിട്ടുള്ള സാരങ്ങളല്ലേ ഉള്ളത്. നമ്മൾ ലവ് ഗുരൂസ് ഒന്നും അല്ലല്ലോ, നമുക്കറിയാം നമ്മുടെ അതൊക്കെ പഠിച്ചോളൂ. അത്ര ഈസി അല്ലെന്ന്. ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ് ഒന്നും ലൈക്ക് യു നോ എവറി ഡേ ഈസ് ലേണിംഗ്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യു ഹാവ് ടു ലെറ്റ് ദ അതർ പേഴ്സൺ ബി ആൻ ഇൻഡിവിജ്വൽ. അത് കംസ് ലവ് ആൻഡ് റെസ്പെക്ട് ഭയങ്കര ഹാൻഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഇൻഡിവിജ്വലായിട്ട് വി ഡോണ്ട് ഓൺ ദം. കുളത്തിന്റെ നടുവിൽ എത്തിക്കോളൂ, എന്തായാലും മുങ്ങാതെ നോക്കുക മാക്സിമം. ഓക്കെ, പൂജയ്ക്ക് എന്തെങ്കിലും? ഇല്ല, എനിക്കൊന്നും അല്ല, ആ പ്രേമിക്കുന്നതിനെ കുറിച്ച് എങ്ങനത്തെ പയ്യനായിരിക്കും? അല്ല, പൂജയ്ക്ക് എന്താണ് വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് എ പാർട്ട്ണർ? എനിക്കങ്ങനെ അതല്ല, ഒന്നും എന്നെ ഉപദ്രവിക്കാതെ സ്വന്തം പണിയും നോക്കി എന്നുള്ള മാത്രം. അത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരെയും ഓൺ ചെയ്യുന്നില്ല, നമ്മളും ആരെയും ഓൺ ചെയ്യണ്ട. അങ്ങനെ നസ്രിയ നസീമിന്റെ പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് നസ്രിയ എന്നുള്ള പേര് വരുന്ന സിനിമകൾക്കൊക്കെ ഒരു വിശ്വാസ്യതയും ഒരു വിജയവും ഒക്കെ ഉണ്ട്. അടുത്ത പ്രൊഡക്ഷൻ എപ്പോഴായിരിക്കും? ഉടനെ തന്നെ ഉണ്ട്, പറയാനായിട്ടില്ല. അതിൽ ഫഹദിന്റെ കണ്ണുകൾ കാണാൻ പറ്റുമോ?
കണ്ണുകൾ കണ്ണ് മാത്രമല്ല ഫുൾ ബാക്കി വേണ്ട, തല കൈ കാലൊക്കെ കണ്ണ് മാത്രം മതി, ബാക്കി ഫുള്ളായിട്ട് കാണാൻ പറ്റും. നൈസ്. ഓക്കെ, എന്തായാലും സൂക്ഷ്മദർശിനി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന്, എന്നാൽ അതിന് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു രസം അതും കൂടി ആളുകൾക്ക് കിട്ടട്ടെ. ആളുകൾ ഇരും കൈ നീട്ടിയ സിനിമ സ്വീകരിക്കട്ടെ. 4 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.